ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നിതാ നല്ല അടിപൊളി ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടൊക്കെ കൂട്ടാൻ വേറെ ഒരു കറിയും വേണ്ട. ഇപ്പോഴത്തെ പച്ചക്കറിയുടെയും മീനിൻ്റെയൊക്കെ വിലയ്ക്ക് നമുക്ക് മീനൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇതുപോലൊക്കെ ഉള്ളൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. പിന്നെ ഇതാ ഈ ഒരു സംഭവം അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അതിനൊരു പാത്രത്തിലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എത്രമാത്രം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു അര ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ഇനി നമുക്കതിനായിട്ട് ആവശ്യമായിട്ട് 2 ഉണ്ട വെളുത്തുള്ളിയാണ് വേണ്ടത്. ഈ ഒരു വെളുത്തുള്ളി നമുക്ക് അതിൻ്റെ പുറമേയുള്ള തോടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കളയണം. ഒരു മൊത്തത്തിലെടുത്ത് കളയണ്ട, അതിൻ്റെ പുറമേയുള്ള ഒരു തോട് മാത്രം എടുത്ത് കളയുക. എന്നിട്ട് ഇതേപോലെ പപ്പടം കുത്തുന്ന കമ്പിയിലേക്ക് നമുക്കതിനെ ഒന്ന് കുത്തി കയറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു രസം തയ്യാറാക്കുന്നത്. ഒരു അടിപൊളി രസമാണ് കേട്ടോ. ഈ ഒരു ചുട്ട വെളുത്തുള്ളി കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു രസം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ അതൊന്ന് കുത്തിയതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. അപ്പം ഞാൻ അടുപ്പില്ലാത്തത് കൊണ്ടാണ് ഇത് ഗ്യാസിൽ വെച്ച് ചുട്ടെടുത്തത്. ഇപ്പോൾ തീക്കനലിലിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എനിക്ക് അടുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഗ്യാസിൽ വെച്ച് അങ്ങനെ ചുട്ടെടുക്കുകയാണ്. ആ ഒരു വെളുത്തുള്ളിയുടെ പുറം ഭാഗമൊക്കെ ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് ചുട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ചുട്ടെടുക്കാൻ. അപ്പോഴേക്കും അതിൻ്റെ പുറത്തു നിന്നെല്ലാം അതൊന്ന് ഇളകി വരുന്ന പോലെ തോന്നും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് വറ്റൽമുളകാണ്. ഒരു 6-7 വറ്റൽമുളകും അതിനെയും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രസത്തിൻ്റെ റെസിപ്പി ഇടുമോയെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടാണ്. നല്ല അടിപൊളി ഒരു രസമാണ് കേട്ടോ. ഞാൻ ആ ഒരു വെളുത്തുള്ളിയുടെ തോലൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ചുട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു തോല് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇപ്പോൾ ഒരു ഏകദേശം പകുതിയോളം അത് വെന്തിട്ടുണ്ട്. നമ്മളത് കനലിലൊക്കെ ഇട്ട് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോഴേ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ഇടാൻ ആരും മറക്കരുതേ. അങ്ങനെ എല്ലാ വെളുത്തുള്ളിയും ഞാൻ തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇടിക്കുന്ന കല്ലിലേക്ക് നമ്മൾ ചുട്ടെടുത്ത വറ്റൽമുളകും 1 ടേബിൾ സ്പൂണോളം മല്ലിയും പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ഇതെല്ലാം കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് ചതച്ച് കിട്ടണം. ആ ഒരു രീതിയിൽ നമുക്കിനി അതിനെ ഒന്ന് ചതച്ചെടുക്കാം. ഇതാണ്ടോ ഈ ഒരു രീതിയിൽ വേണം ചതച്ച് കിട്ടാൻ. മിക്സിയിലൊന്നും ഇട്ട് ചതയ്ക്കരുത്. ഇങ്ങനെ ഈ കല്ലിൽ തന്നെ ഇട്ട് ചതയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് അതേ കല്ലിലേക്ക് തന്നെ നമ്മൾ തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം ചതച്ചെടുക്കാൻ. ഒരുപാട് ചതഞ്ഞ് പോകണ്ട. അത്യാവശ്യം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടോ, ഇത്ര മാത്രമേ ആകാവൂ. ഇതിന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പം കടുക് പൊട്ടുന്ന സമയം കൊണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് തരത്തിൽ നമുക്ക് രസമൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇങ്ങനെയും തയ്യാറാക്കിയെടുക്കും. പിന്നെ വേറെ ഒരുപാട് തരത്തിൽ ഞാൻ രസം തയ്യാറാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. 100% ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു മുളകിൻ്റെ പൊടി ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായതിന് ശേഷം ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട, ചെറിയ തീയിലിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. അതിന് ശേഷം അതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി ഒരു തക്കാളി, ഇത്തിരി വലിപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ചെറിയ തക്കാളിയാണെങ്കിൽ 2 തക്കാളി എടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം അതും കൂടെ അതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു അല്പം ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കായപ്പൊടിയാണ്. കായത്തിൻ്റെ കട്ട ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാകും, ഇല്ല പൊടിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതിയാകും. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. മുളക് പൊടി കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. നമ്മൾ വറ്റൽ മുളകും കുരുമുളകൊക്കെ ഇട്ടത് കൊണ്ട് അതിന് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു കളറിന് വേണ്ടി മാത്രം കുറച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രമാത്രം കറിക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിനെ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. നമ്മൾ രസം തിളയ്ക്കാൻ പാടില്ല. രസം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. ഇപ്പം എന്താ ഇത്രമാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു അതിൻ്റെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ ഒരു പ്രത്യേക മണമാണ് ആ ഒരു രസത്തിന് കേട്ടോ. അടിപൊളി മണമാണ്. ആ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു വല്ലാത്തൊരു മണമാണ്. ഇതാ നമ്മുടെ രസമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. തിളച്ച് വരുന്നതേ ഉള്ളൂ. അത് തിളയ്ക്കാൻ പാടില്ല. അപ്പോഴേക്കും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ നിന്ന് ഇറക്കി താഴ്ത്ത് വയ്ക്കാം. ഇതാകണ്ട എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ആ ഒരു രസം തയ്യാറാക്കിയെടുത്തത്. ഇതിൻ്റെ കൂടെ വേറൊരു കറിയും വേണ്ട. നമുക്ക് ഈ ചോറ് കഴിക്കാൻ ഈ ഒരു ഒറ്റ കറി മാത്രം മതിയാകും. അടിപൊളി മണമെന്ന് പറഞ്ഞാലും പോരെ, അടിപൊളി മണമാണ് കേട്ടോ ഈ ഒരു രസത്തിന്. ഞങ്ങൾക്കാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് കൊതി സഹിക്കാൻ വയ്യായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മണം. ഇപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനും മോളും കൂടാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നത് കേട്ടോ. ഞങ്ങളപ്പം കൊതി തോന്നിയിട്ടേ ഒരു സംഭവം തയ്യാറാക്കിയെടുത്ത്. അപ്പം എന്താ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് രസവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഒന്ന് കുടിച്ച് നോക്കണം. ഒരു രക്ഷയില്ല. എന്തിനാ ജ്യൂസൊക്കെ ഒന്നും വേണ്ടതാ. ഈ ഒരു ക്ഷീണത്തിനും ദാഹത്തിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.